വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സുബ്രഹ്മണ്യാരാധനയിലൂടെ ഗ്രഹദോഷശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഓജരാശിയിൽ സ്ഥിതി ചെയ്യുന്ന കുജൻ്റെ അതിദേവതയാണ് സുബ്രഹ്മണ്യൻ. കുജൻ ബലവാനായി 10ാം ഭാവത്തിലോ 3ാം ഭാവത്തിലോ 11ാം ഭാവത്തിലോ നിൽക്കുകയാണെങ്കിൽ ഗുണകരമാണ്. 10ൽ നിന്നാൽ സൈനിക സംബന്ധമായോ നീതിന്യായ സംബന്ധമായോ രാഷ്ട്രീയപരമായോ ഉള്ള ജോലികളിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ അനിഷ്ടസ്ഥിതനായ കുജൻ ഇതിന് വിപരീതമായ രീതിയിലുള്ള ഫലങ്ങളാണ് നൽകുക. ജാതകത്തിൽ 7ലോ 8ലോ കുജൻ നിൽക്കുന്നത് വിവാഹ സംബന്ധമായ ദോഷങ്ങൾക്ക് കാരണമാണ്. കുജദോഷം കൊണ്ട് വിവാഹ തടസ്സം അനുഭവിക്കുന്നവർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ചുവന്ന പട്ട് സമർപ്പിക്കുന്നത് ദോഷശാന്തിക്ക് ഏറെ പ്രയോജനകരമാണ്. ചൊവ്വാഴ്ച വ്രതം, ഷഷ്ഠി വ്രതം എന്നിവ അനുഷ്ഠിക്കുന്നതും സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ പാരായണം ചെയ്യുന്നതും ദോഷങ്ങളുടെ കാഠിന്യം കുറച്ച് വിവാഹം നടക്കാനുള്ള സാധ്യത ഉണ്ടാകും. സന്താനങ്ങളുടെ ദോഷശാന്തിക്കായി മാതാപിതാക്കൾ ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ ജാതകത്തിലെ അരിഷ്ടതകൾ നീങ്ങിപ്പോകുമെന്ന് പറയപ്പെടുന്നു. പാർവതീദേവി സുബ്രഹ്മണ്യനു വേണ്ടി ഷഷ്ഠിവ്രതം അനുഷ്ഠിച്ചതായി പുരാണങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അതിനാലാണ് മാതാപിതാക്കൾ സന്താനങ്ങൾക്ക് വേണ്ടി ഷഷ്ഠിവ്രതം അനുഷ്ഠിച്ചാൽ ഏറെ പ്രയോജനപ്രദമാകുന്നത്. ചൊവ്വ ലഗ്നത്തിലോ കേന്ദ്ര ത്രികോണങ്ങളിലോ നിൽക്കുകയോ ചൊവ്വയുടെ ക്ഷേത്രങ്ങളായ മേടമോ വൃശ്ചികമോ ലഗ്നമോ ചന്ദ്രലഗ്നമോ ആയി വരികയാണെങ്കിൽ ആ ജാതകൻ മുൻകോപികളും അതുവഴി പലവിധ വിപത്തുകളും വരുത്തി വയ്ക്കുന്നവരുമായിരിക്കും. അതിന് പരിഹാരമായി സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ പതിവായി ദർശനം നടത്തുന്നത് നല്ലതായിരിക്കും. കുജൻ നക്ഷത്രാധിപനായിട്ടുള്ള മകയിരം, ചിത്തിര, അവിട്ടം നക്ഷത്രക്കാരും പതിവായി സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നത് കൂടുതൽ ഉത്തമമായിരിക്കും.